പലപ്പോഴും ദമ്പതിമാരെ ഒരുപോലെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശുക്ലത്തിൻ്റെ ഗുണനിലവാരം. ഗുണനിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ നിറം, അതിൻ്റെ തിക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പുരുഷന്മാരുടെ ശുക്ലത്തിൽ നിറവ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ചിലരുടെയൊക്കെ നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുഴപ്പമില്ലാത്ത ശുക്ലത്തിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് വെളുത്ത നിറം, അല്ലെങ്കിൽ വൈറ്റ്, ഓഫ് വൈറ്റ്, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ, ഈ ഒരു നിറമായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കഞ്ഞിയുടെയൊക്കെ ആ ഒരു തിക്നെസ് ആയിരിക്കും സാധാരണഗതിയിൽ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശുക്ലത്തിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഇതിൽ നിന്നും വ്യത്യസ്തമായി വളരെ നേർത്തതും വെള്ളം പോലെ ഒഴുകിപ്പോകുന്നതൊക്കെ തരത്തിലുള്ളതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ശുക്ലം അത്ര ഹെൽത്തി അല്ല എന്നുള്ളതാണ്. അതുപോലെ പലപ്പോഴും ഇതിൻ്റെ നിറം അല്ലെങ്കിൽ ഗന്ധം, തിക്നെസ്സൊക്കെ നമ്മളുടെ ജീവിത സാഹചര്യം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വ്യായാമ മുറകൾ, നമ്മളുടെ മാനസികവും ശാരീരികമായ ആരോഗ്യം, നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസ്, ഇതിനെയൊക്കെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത ഒരു ആരോഗ്യവനായ പുരുഷൻ്റെ ശുക്ലത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓഫ് വൈറ്റ്, വൈറ്റ്, ഇല്ലെങ്കിൽ ഗ്രേ, ഈ ഒരു നിറമാണ്. എന്നാൽ പലപ്പോഴും ഇതിൽ നിന്നും വ്യത്യസ്തമായി ശുക്ലത്തിൽ നിറവ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. കറുത്ത നിറത്തിലും ചാര നിറത്തിലും മഞ്ഞ കളറിലും അല്ലെങ്കിൽ അല്പം രക്തം കലർന്ന തരത്തിലൊക്കെയും അപൂർവം സാഹചര്യങ്ങളിൽ കാണപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ശുക്ലത്തിൻ്റെ നിറം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ടും കേൾക്കുന്നതിനായിട്ടും ശ്രദ്ധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശുക്ലത്തിൻ്റെ നിറം റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് സാരമായ എന്തോ ഒരു തകരാറ് ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്ന്. സാധാരണഗതിയിൽ ഈ ഒരു നിറവ്യത്യാസം കാണപ്പെടുന്നത് ക്യാൻസർ രോഗബാധയുടെ സൂചനയായിട്ടാണ്. ഇല്ല എങ്കിൽ പോസ്ട്രേറ്റ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലും ഈ ഒരു നിറവ്യത്യാസം കാണപ്പെടാറുണ്ട്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂത്രനാളിയിലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷന്, വീക്കം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ മുറിവുകൾ, ഇത്തരത്തിലുള്ള സാഹചര്യം നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലാണ് ഈ ഒരു നിറവ്യത്യാസം സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അപൂർവ സാഹചര്യങ്ങളിൽ യെല്ലോയിഷ് ഇല്ലെങ്കിൽ ഗ്രീനിഷ് കളറിലൊക്കെ, അതായത് ഇളം പച്ച നിറമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു കളർ വ്യത്യാസം കാണാറുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഗുരുതരമായ ലൈംഗിക രോഗങ്ങളായ ഗൊണോറിയ ഉൾപ്പെടെയുള്ള രോഗബാധ നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ശുക്ലത്തിന് ഇത്തരത്തിലൊരു നിറവ്യത്യാസം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദീർഘകാലമായിട്ട് സ്വയംഭോഗം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് വേർപിരിഞ്ഞിരുന്നതിന് ശേഷം, അല്ലെങ്കിൽ ലൈംഗിക ബന്ധമൊന്നും പുലർത്താതിരുന്നതിന് ശേഷം കുറേ കാലത്തിന് ശേഷമൊക്കെ ഈ ഒരു ബന്ധത്തിലേക്ക് കടക്കുമ്പോഴും ഇങ്ങനെയുള്ള നിറവ്യത്യാസം കാണാറുണ്ട്. എന്നാൽ ചിലർ കാണുന്നത് ഈ ശുക്ലത്തിനൊപ്പം യൂറിൻ കൂടെ കലർന്നിരിക്കുന്ന ഒരു അവസ്ഥയും കാണപ്പെടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിക്കടി കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. മടിച്ചിരിക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ഇതൊരു ലൈംഗിക രോഗബാധയുടെ ലക്ഷണമാണ്. അപൂർവം സാഹചര്യങ്ങളിൽ ശുക്ലത്തിന് കറുത്ത നിറം, ഇല്ലെങ്കിൽ ഒരു പഴയ രക്തത്തിൻ്റെ നിറം കലർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നിറവ്യത്യാസം കാണപ്പെടാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിൽ ആന്തരികമായിട്ട് എവിടെയോ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടി നിന്ന ബ്ലഡിൻ്റെ ഇല്ലെങ്കിൽ ആ ഒരു മുറിവ് സംഭവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നിറവ്യത്യാസം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മരുന്നിൻ്റെ സൈഡ്
ആയിട്ട് സംഭവിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചതവുകൾ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ കളികൾക്കിടയിൽ ഇല്ലെങ്കിൽ സഹപാഠികൾ തമ്മിലൊക്കെ ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഏൽക്കുന്ന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ മർമ്മസ്ഥാനത്ത് ഏൽക്കുന്ന മർദ്ദനങ്ങൾ, ചതവുകൾ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള നിറവ്യത്യാസം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വേദന, നീർക്കെട്ട്, ശുക്ലത്തിന് ദുർഗന്ധം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മോശപ്പെട്ട കാര്യമാണല്ലോ, ഡോക്ടേഴ്സ് എങ്ങനെ കണക്കാക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കേണ്ട. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ലൈംഗിക വിദ്യാഭ്യാസം വളരെ ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. ഡോക്ടേഴ്സൊക്കെ ഈ ഒരു കാര്യത്തിൽ വളരെ തുറന്ന ഒരു സമീപനമാണ് പുലർത്തുന്നത്. അല്ലാണ്ട് പണ്ടത്തെ കാലത്തെ ഡോക്ടേഴ്സിന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ വളരെ മോശക്കാരനാണെന്ന് ഈ ഡോക്ടർ ചിന്തിക്കുമോ എന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മാറിയ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് സംഭവിക്കുന്നത് വളരെ സ്വാഭാവികമാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു അവബോധവും കാഴ്ചപ്പാടൊക്കെ ഇന്നത്തെ എല്ലാ ഡോക്ടേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് നാണക്കേടാണല്ലോ, എങ്ങനെ ഡോക്ടറോട് പറയും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷനാകേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ ലോകം ഇങ്ങനെയാണ് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കാണുക, വൈദ്യസഹായം സ്വീകരിക്കുക. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.